എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇത് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു നാളികേരം, അതായത് ഒരു മുറി നാളികേരം കൊത്തി ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെളുത്തുള്ളി 2 കുടം വെളുത്തുള്ളിയാണ് ചതച്ച് വെച്ചേക്കണേ. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ്: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, സാധാ മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി. വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് ബീഫൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ബീഫിന് നമുക്ക് വേവുള്ള കാരണം ഒരു 8 വിസിലെങ്കിലും ബീഫിന് വേണം. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് കേട്ടോ. നമുക്ക് ഉള്ളി നിങ്ങൾക്ക് നടുവ് കീറണമെങ്കിൽ എങ്ങനെ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. കാരണം ഇത് ബീഫ് വേവുമ്പോൾ നന്നായി വെന്ത് പോകും. അതുകൊണ്ട് ഞാൻ നടു പൊളിക്കാണ്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ബീഫിന് ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിന്ന് കുറച്ച് ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടികളെല്ലാതും ഒരുമിച്ച് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. പൊടികളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായി കൂട്ടിത്തിരുമ്പാട്ടോ. കൈ വെച്ചിട്ട് തന്നെ നമ്മൾ കൂട്ടിത്തിരുമ്പാൻ നോക്കാം. ഞാൻ കൈ കൊണ്ട് നന്നായി കൂട്ടിത്തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ബീഫ് പോലെ അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് 1/4 ഗ്ലാസ് വെള്ളം ഇട്ട് വയ്ക്കാം. അപ്പോൾ ബീഫിന് നെയ്യുള്ള കാര്യം വെള്ളം ഇല്ലാതെ കുറച്ച് കരിഞ്ഞ് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് വെള്ളത്തിനകത്ത് ചൊളിച്ചിട്ടുള്ളത്. എന്നിട്ട് മൂടി വെച്ച് മൂടിയിട്ട് വെച്ച് കൊണ്ട് ഈ കച്ച വെച്ച് കൊടുക്കാം. ഒരു 8 വിസിലടിക്കുക.